കടം വേണോ? ലോകോത്തര ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് TV, സ്മാർട്ട് വാച്ച്, ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ. ജ്യോതി മൊബൈൽസ്, ഏരൂർ. നമസ്കാരം. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഈ നിമിഷം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. പുനലൂർ നിയോജക മണ്ഡലത്തിൽ കോൺഗ്രസ് ശക്തമായ നടപടികളിലേക്ക് പോകുന്നു. കോൺഗ്രസ് നേതൃത്വം നാളെ പുനലൂരിൽ നേതൃത്വ യോഗം ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് കൂടാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇതിനുശേഷം സ്വന്തം നിലയിൽ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ച് പ്രഖ്യാപിക്കാൻ തന്നെയാണ് കോൺഗ്രസിൻ്റെ പുനലൂർ മണ്ഡലം തല നേതൃത്വം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ ഒരു പക്ഷേ ഇന്ന് വൈകിട്ട് പുനലൂരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മുതിർന്ന നേതാക്കൾ ഒരുപക്ഷെ മാധ്യമങ്ങളെ കാണും. ഇപ്പോൾ ലഭിക്കുന്ന സുപ്രധാന വിവരം, നാളെ വൈകുന്നേരം 3 മണിക്ക് ജില്ലാ നേതാക്കളും ഈ പുനലൂർ അഞ്ചൽ മേഖലയിൽ നിന്നുള്ള ജില്ലാ നേതാക്കളും KPCC നേതാക്കളൊക്കെ ഉൾപ്പെടുന്നവരുടെ ഒപ്പം തന്നെ ബ്ലോക്ക് മണ്ഡലം പ്രസിഡന്റുമാർ ഉൾപ്പെടുന്ന ഒരു നേതാക്കളുടെ യോഗം പുനലൂരിൽ ചേർന്നുകൊണ്ട് ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനമെടുക്കുകയും നാളെ തന്നെ ഒരു പക്ഷേ കോൺഗ്രസിൻ്റെ എന്ന രീതിയിൽ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനുമാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം ആലോചിക്കുന്നത്, സംബന്ധിച്ച തീരുമാനം എടുത്തിരിക്കുന്നത്. നമ്മൾ അല്പം മുമ്പ് ചില നേതാക്കളുമായി ബന്ധപ്പെട്ടപ്പോൾ നേതാക്കൾ പറയുന്നത്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇത് സംബന്ധിച്ച് ഒരു തർക്കം നടന്നിരുന്നു. ലീഗിന് സീറ്റ് കൊടുക്കരുത്, കോൺഗ്രസ് ഈ സീറ്റ് പുനലൂർ മണ്ഡലം ഏറ്റെടുക്കണമെന്ന് പറഞ്ഞപ്പോൾ KPCC നേതൃത്വം ഒരു ഉറപ്പ് പ്രാദേശിക നേതൃത്വത്തിന് കൊടുത്തിരുന്നു. ആ ഉറപ്പെന്ന് പറയുന്നത്, വരുന്ന തെരഞ്ഞെടുപ്പ് മുതൽ, അതായത് ഇപ്പോൾ 2026 ഈ തെരഞ്ഞെടുപ്പ് മുതൽ പുനലൂർ നിയോജക മണ്ഡലത്തിൽ ഒരു സ്ഥാനാർത്ഥി ഉണ്ടെങ്കിൽ, അത് UDFൽ നിന്ന് ഒരു സ്ഥാനാർത്ഥി ഉണ്ടെങ്കിൽ അത് കോൺഗ്രസിനായിരിക്കും. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുമെന്നതായിരുന്നു ആ നേതൃത്വത്തിന് നൽകിയ ആ ഉറപ്പ്, പ്രാദേശിക നേതൃത്വത്തിന് നൽകിയ ഉറപ്പ്. എന്നാൽ ഈ ഉറപ്പ് പാലിക്കാൻ KPCC നേതൃത്വം ഇനിയും തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ ഇനിയും മണ്ഡലത്തിൻ്റെ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തങ്ങൾ തയ്യാറല്ല. ഒന്നുകിൽ ഈ മണ്ഡലം കോൺഗ്രസിന് വിട്ടു നൽകണം, അവിടെ കൈപ്പത്തി ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ മത്സരിക്കണം. അതിന് നേതൃത്വം തയ്യാറല്ലെങ്കിൽ ഒന്നുകിൽ തങ്ങൾ കൂട്ടരാജി സമർപ്പിക്കും. പാർട്ടി സ്ഥാനങ്ങൾ ഒഴികെ ഒപ്പം തന്നെ ജനപ്രതിനിധികൾ അടക്കമുള്ളവർ രാജ്യസന്നദ്ധത അറിയിച്ചു കഴിഞ്ഞു. എന്നിട്ട് സ്വന്തം നിലയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിർത്തുക എന്നുള്ളതായിരുന്നു ഇവരുടെ തീരുമാനം. എന്നാൽ അല്പം മുമ്പ് ചില മുതിർന്ന നേതാക്കളുമായി നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ നമ്മളോട് പറഞ്ഞത്, നാളെ വൈകുന്നേരം നേതൃത്വ യോഗം കൂടുന്നുണ്ട്, ഒരു പക്ഷേ ഇന്ന് വൈകുന്നേരം മാധ്യമങ്ങളെ കാണാനും ഇവർ തീരുമാനിച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു ശക്തമായ നടപടിയിലേക്ക് പോവുകയാണ്. ഒരു പക്ഷേ KPCC നേതൃത്വത്തെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട്, അല്ലെങ്കിൽ UDF നേതൃത്വത്തെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് പുനലൂരിൽ സ്വന്തം നിലയിൽ ആ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്ന തരത്തിലേക്ക് ഇവിടുത്തെ കോൺഗ്രസ് പാർട്ടി മാറുന്നു, കോൺഗ്രസ് നേതൃത്വം തീരുമാനിക്കുന്നു. കാരണം ഇനി 20 ദിവസമേ ഉള്ളൂ. പ്രചരണ അവസാനത്തിൻ്റെ ഘട്ടത്തിലെങ്കിലും ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് സജീവമാകാൻ ഇതുവരെയും ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. ഈ 20 ദിവസം കൊണ്ട് ഇനി എന്ത് കഷ്ടിച്ച് 3 ആഴ്ച കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് കോൺഗ്രസ് നേതൃത്വം ചോദിക്കുന്നത്. ഇനിയും ഇത്തരത്തിൽ ഒരു മണ്ഡലത്തിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം വൈകിയാൽ അത് മൊത്തത്തിലുള്ള വിജയസാധ്യതയെ ബാധിക്കും. മാത്രമല്ല ഇനിയുള്ള നാളുകളിലും അത് കോൺഗ്രസ് നേതൃത്വത്തെ വലിയ രീതിയിൽ ബാധിക്കും. അതുകൊണ്ട് തന്നെ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തങ്ങൾ തയ്യാറല്ല. ഇതുകൊണ്ട് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്, പുനലൂർ നിയോജക മണ്ഡലത്തിൽ സ്വന്തം നിലയിൽ സ്ഥാനാർത്ഥിയെ നിർത്താൻ പുനലൂരിലെ കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നു. നാളെ ഇത് സംബന്ധിച്ച നേതൃത്വ യോഗം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റുമാരൊപ്പം തന്നെ മണ്ഡലം പ്രസിഡന്റുമാർ, മറ്റ് ബൂത്ത് പ്രസിഡന്റുമാരടക്കമുള്ള ഈ പുനലൂർ നിയോജക മണ്ഡലത്തിൽ നിന്നുള്ള KPCC അംഗങ്ങൾ, ജില്ലാ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഒരുപക്ഷെ ഈ യോഗത്തിൽ പങ്കെടുക്കും. എന്നിട്ട് മണ്ഡലത്തിനകത്തുള്ള ഒരാളെ മത്സരിപ്പിക്കാൻ തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. ഒരു പക്ഷേ അത് സൈമൺ അലക്സ് ആയേക്കാമെന്നുള്ള സൂചനയും പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഇത് സംബന്ധിച്ച് നാളെയോടുകൂടി ഒരു തീരുമാനമെത്തും. എന്തായാലും ഒരു വലിയ സമ്മർദ്ദം KPCCക്ക് മുകളിൽ, അല്ലെങ്കിൽ സംസ്ഥാന UDF നേതൃത്വത്തിന് മുകളിലേക്ക് പുനലൂരിലെ കോൺഗ്രസ് നേതൃത്വം വലിയ സമ്മർദ്ദം ചെലുത്തുകയാണ്. മണ്ഡലം കോൺഗ്രസ് ഏറ്റെടുത്തില്ലെങ്കിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല, പ്രചരണത്തിന് ഇറങ്ങുകയോ മറ്റൊരു പ്രവർത്തനങ്ങൾക്കും തങ്ങളില്ല എന്ന തരത്തിൽ ഒരു വലിയ സമ്മർദ്ദം ഇപ്പോൾ നേതൃത്വത്തിന് മുകളിൽ പുനലൂർ നേതൃത്വം വയ്ക്കുകയാണ്. എന്തായാലും ഇന്ന് വൈകിട്ടോ നാളെയോടുകൂടി ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമെത്തും. വൈകിട്ട് മാധ്യമങ്ങളെ കാണാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. എന്തായാലും പുനലൂർ നിയോജക മണ്ഡലത്തിൽ നാട്ടുവാർത്ത ഇന്ന് രാവിലെ സൂചിപ്പിച്ചതുപോലെ വലിയൊരു പൊട്ടിത്തെറിയിലേക്ക് പോവുകയാണ്. UDF ലീഗിന് സീറ്റ് വിട്ടുകൊടുത്താൽ ഒരു പക്ഷേ കോൺഗ്രസ് വിട്ടുനിൽക്കും, പ്രചരണ പരിപാടിയിൽ നിന്നടക്കം വിട്ടുനിൽക്കും. പിന്നെ ഇങ്ങനെയൊക്കെ കാര്യം പറയുമ്പോഴും ഇത് UDF ആണ്, നേതാക്കളൊന്ന് വിളിച്ചിരുത്തി ചർച്ച ചെയ്താൽ ഒരു പക്ഷേ ഇതെല്ലാം അങ്ങ് മറക്കുന്ന ഒരു സഖ്യകക്ഷികളുടെയാണ് UDF എന്നുള്ളത് കൊണ്ട് എന്താണ് ഇത് സംബന്ധിച്ച് അന്തിമ തീരുമാനം എന്ന് പറയാൻ ഒരു പക്ഷേ ഇന്നോ നാളെയോ ഈ തീരുമാനം നമുക്കറിയാൻ കഴിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.